നമസ്കാരം. ബി.ജെ.പി എന്ന വലിയ ദേശീയ പാർട്ടിയെ പ്രാദേശികമായിട്ട് എതിർക്കുന്ന നിരവധി ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവർ തമ്മിലുള്ള എതിർപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്നിക്കില്ല എന്ന് തോന്നും. അത്ര കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവർ പരസ്പരം എതിർക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ DMK, ഇനി കേരളത്തിൽ നോക്കിയാൽ ഇവിടുത്തെ പിണറായി വിജയൻ്റെ CPM, ഇങ്ങനെ ചില പ്രാദേശിക പാർട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ പല്ലും നഖവും ഉപയോഗിച്ചാണ് ഈ BJP എന്ന പാർട്ടിയെ എതിർക്കുന്നത്. അത് പലപ്പോഴും ഇത് ആശയപരമോ ആദർശപരമോ അല്ല. അതായത് ഈ പ്രാദേശിക പാർട്ടികൾക്ക് അറിയാം BJP ഒരു വലിയ ദേശീയ പാർട്ടിയാണ്. അത് തങ്ങളുടെ ടെറിട്ടറിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് ഇല്ലാതാവുന്നത് എന്ന തിരിച്ചറിവിലാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ പാർട്ടീനെ എതിർക്കുന്നത്, അല്ലാതെ ആശയപരമോ ആദർശമോ ഒന്നുമല്ല. ഇതേപോലൊരു പാർട്ടിയാണ് ജാർഖണ്ഡിലെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി. അപ്പോൾ BJPയുടെ എതിർവശത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. നഖശികാന്തം BJPയെ എതിർക്കുന്ന പാർട്ടിയാണ്. പക്ഷേ BJP അവിടെ ശക്തമാണ്. അവർക്കും അത്യാവശ്യം MLA-മാരും MP-മാരും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ BJPയെയും നരേന്ദ്രമോദിയൊക്കെ എതിർത്തുകൊണ്ട് നിന്ന മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന ആദിവാസി പാർട്ടി, അതായത് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന നേതാവായിട്ട് കണക്കാക്കുന്നതാണ് ഈ ഷിബു സോറനെയും അദ്ദേഹത്തിൻ്റെ മകൻ ഹേമന്ത് സോറനെയൊക്കെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിച്ചു. ഷിബു സോറൻ 81 വയസ്സായിരുന്നു. ഡൽഹിയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ആശുപത്രിയിലായിരുന്നു ഈ മരണ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയ ഒരാൾ നരേന്ദ്രമോദിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഇത്തരം അവസരങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന്. അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം തല കുനിച്ചു കൈകൂപ്പി തൊഴുതു പ്രാർത്ഥിക്കും. മൃതശരീരത്തിന് ചുറ്റും വലം വയ്ക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം ഏറ്റവും അടുത്ത ബന്ധുക്കളെ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതി. അങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ എല്ലാം അമ്പരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം വരെ നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയും അങ്ങേയറ്റം ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കായിട്ടുള്ള വ്യക്തി, നരേന്ദ്രമോദിയുടെ തോളിൽ ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് ശരിക്കും അവിടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം അമ്പരപ്പിച്ച ഒരു കാഴ്ച തന്നെയാണ്. ഇത്രയേ ഉള്ളൂ അവരുടെ ഈ വൈരാഗ്യം അല്ലെങ്കിൽ എതിർപ്പ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശയപരമോ ആദർശപരമോ അല്ല. ഓരോ പ്രാദേശിക പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് BJP കടന്നു കയറിയാൽ തങ്ങൾക്ക് സ്ഥാനം പോകും, തങ്ങളുടെ വോട്ടും പോകും, സീറ്റും പോകും എന്നുള്ള പേടി കൊണ്ട്, എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഈ BJPനെ ഇവർ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം. അത് കേരളത്തിൽ CPM അത് തന്നെയാണ് ചെയ്യുന്നത്, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും അത് തന്നെയാണ് ചെയ്യുന്നത്, തമിഴ്നാട്ടിൽ DMK അത് തന്നെയാണ് ചെയ്യുന്നത്, നേരത്തെ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ പ്രാദേശിക പാർട്ടികളുള്ളിടത്തും BJP കടന്നു വരുമ്പോഴെല്ലാം അവർ എതിർക്കുന്നതിൻ്റെ കാരണം ആശയമല്ല, ആദർശമല്ല, ഈ ഒരൊറ്റ കാരണമാണ്. ഇത് തന്നെയാണ് ഇവിടെയും. ഇത് ഇത്രയേ ഉള്ളൂ. അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുക, തനിക്ക് ആശ്രയമാവുന്ന അല്ലെങ്കിൽ തൻ്റെ പിതാവിനെ പോലെ കരുതുന്ന ഒരാളുടെ തോളിലേക്ക് അങ്ങ് ചാഞ്ഞ് പൊട്ടിക്കരയുന്നൊരു കാഴ്ചയാണ്. അത്രയും നമുക്കൊരിക്കലും പിണറായി വിജയനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ തമ്മിൽ അങ്ങനെ ഒരിത് കാണാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും അവിശ്വസനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് മറ്റൊരാളുടെ മുന്നിലും ഇത്രയും വിധേയത്തോടെ വിനീതനായിട്ട് പിണറായി വിജയൻ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ മുന്നിൽ അദ്ദേഹം പലതവണ കൈകൂപ്പി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എത്ര എതിർപ്പുള്ള വ്യക്തിയെയും എത്ര എതിർക്കുന്ന വ്യക്തിയെയും ഒരു നിമിഷം കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള എന്തോ ഒരു കാന്തിക ശക്തി നരേന്ദ്രമോദിക്കുണ്ട് എന്ന് ഇപ്പോൾ 2025 നമ്മളത് തിരിച്ചറിയുന്നത്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സമയം, അതായത് 2014 കഴിഞ്ഞുള്ള സമയം മുതൽ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ മനുഷ്യന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ആളുകളെ തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒരു കാന്തിക ശക്തി ഈ മനുഷ്യനുണ്ട്. എത്ര ശത്രു ആയിക്കോട്ടെ ആ ആളെപ്പോലും ഒരു നിമിഷം കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശക്തി ഇദ്ദേഹത്തിനുണ്ട് എന്ന് ആളുകൾക്ക് എപ്പോഴോ തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ YSR കോൺഗ്രസിൻ്റെ ജഗ്മോഹൻ റെഡ്ഡിയും ഇതേപോലെ അദ്ദേഹത്തിനെ എതിർക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങുന്നു, മുഖ്യമന്ത്രിയായിട്ട് കാണേണ്ട ഒരു അവസ്ഥ വന്ന് ആദ്യം ഈ ജഗ്മോഹൻ റെഡ്ഡി ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ കാലത്തൊട്ട് വന്നിരിക്കുന്ന കാഴ്ച ഇതൊന്നും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അന്തം വിട്ടുപോകും നമ്മൾ. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിനെതിരെ പള്ളു പറയുകയും എതിർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തൊട്ട് മുന്നിലെത്തി കഴിയുമ്പോൾ കാണിക്കുന്ന ആ ഒരു ആദരവ് കാണുമ്പോഴാണ് ഈ മനുഷ്യന് എന്തൊക്കെയോ ഒരു കാന്തിക ശക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്.